ഹലോ എവ്രി വൺ, വെരി ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മളൊരു നല്ല തീമുള്ളൊരു മണ്ഡലയാണ് ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് ഞാൻ ആദ്യം എൻ്റെ പേപ്പർ എടുക്കുന്നുണ്ട്. ആ പേപ്പറിന് ഐ ഗോണ ഡ്രോ ബോർഡേഴ്സ്. ഇതിന് ബോർഡേഴ്സ് മാൻഡേറ്ററി ആണ്, കാരണം ഒരു ബട്ടർഫ്ലൈ തീമിലുള്ള മണ്ഡല ആർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ബിക്കോസ് വി നീഡ് എ സ്ക്വയർ ഇൻസൈഡ്, അതിനാണ് നമ്മൾ ആ ഒരു സ്ക്വയർ വരാൻ വേണ്ടിയിട്ട്, സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് വേണം. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് വേണ്ട ഒരു ഷേപ്പ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ബട്ടർഫ്ലൈ എല്ലാം വരയ്ക്കുന്നുണ്ടാവുക. സോ വെരി ഫസ്റ്റ് ഓൾമോസ്റ്റ് സെൻറ്ററിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരയ്ക്കുന്നുണ്ട്, ഒരു ഫിംഗറൊക്കെ പോലെ. അതിന് നമുക്ക് പല ഫസ്റ്റ് ലെയറിൽ ഇങ്ങനെ ഒരു നമ്മുടെയൊക്കെ ടിപ്പ് ഉണ്ടാവില്ലേ, ഫിംഗറിൻ്റെ ടിപ്പ് പോലെ കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വിടാം. എന്നിട്ട് അതിൻ്റെ താഴെന്ന് അടുത്തത് ഒരു സ്ക്വയർ പോലത്തെ, ഒരു സൈഡൊക്കെ ഉള്ള ഒരു സ്ക്വയർ പോലത്തത് കൊണ്ടുവരാം. പിന്നെയും അടുത്ത ഒരു ലെയർ കൊണ്ടുവരാം, അതും ഒരു റൗണ്ടഡ് സ്ക്വയർ പോലത്തെ കേട്ടോ. അപ്പം നമുക്കിപ്പോൾ 3 ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടി. ഇനി ഇതിൻ്റെ താഴെ ചെറുത് 2 എല്ലാം ഒരു റൗണ്ടഡ് ആയിട്ടുള്ള സ്ക്വയർ പോലെയാണ് വേണ്ടത്. പിന്നെ കുറച്ച് നീളത്തിലടുത്തത്. ഇനി അടുത്തത് നമ്മൾ ഈ ടെയിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഇത്തിരി താഴത്തേക്ക് കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ സെൻട്രൽ ബോഡി പാർട്ട് വരുന്നത്. ഒരു ബട്ടർഫ്ലൈൻ്റെ സെൻട്രൽ ബോഡി പാർട്ട് വരുന്നത് നമ്മളിങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് പറയുമ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഐ മീൻ ഫസ്റ്റത്തെ ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക്, ഈ സെക്കൻഡ് ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് നമ്മളിത് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് മുകളിലോട്ട് കൊടുത്തു. എന്താ അത്രയും ഇത് ഇങ്ങനെ ഈ മുകളിലേക്ക് ഇവിടം വരെ കൊടുത്തു. ഇനി ഇതിൻ്റെ ഈ കോർണറിൽ നിന്ന് കുറച്ച് ഇങ്ങനെ വളഞ്ഞൊക്കെ കൊണ്ടുവന്ന് ഈ സെൻറ്റർ ഭാഗം വരെ കൊണ്ടുപോകും. ഇനി അവിടെ നിന്ന് വീണ്ടും താഴത്തോട്ട് കൊണ്ടുവരാം. താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം, എനിക്ക് ചെറിയ ത്രോട്ട് പെയിൻ ഉണ്ടാകും, ഞാൻ ഇത്തിരി വിട്ട് സംസാരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്മളിവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചതിൻ്റെ കുറച്ച് ഭാഗം വരെ വന്നിട്ട് വേണം അവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് താഴത്തോട്ട് പോവാൻ. നമ്മൾ ഇതേ മെത്തേഡാണ് ഇപ്പുറത്തെ സൈഡിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയി ഇനി അവിടെ നിന്ന് ഏരിയയിൽ നിന്ന് താഴത്തോട്ട് വന്ന് ഇവിടം വരെ വന്നു. ഇനി ഇവിടം വരെ കുറച്ച് വന്നിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നു. ഇനി താഴേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇവിടെ താഴേക്ക് കൊണ്ടുവരാം. ഇത്തിരി കേർവി ആയിട്ട് വേണം കേട്ടോ കൊണ്ടുവരാൻ. അപ്പോൾ ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ത്രൈവ് ചെയ്യുന്നൊരു ബട്ടർഫ്ലൈ ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇതിൽ കുറേ കളേഴ്സ് വരും. നമുക്ക് ആദ്യം ഏറ്റവും ലോവർ പോർഷൻ ചെയ്യാം. ഏറ്റവും ലോവർ പോർഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഇത് കിട്ടുക. സെൻട്രൽ പോർഷനും ലോവർ പോർഷനും. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വരും, അതിൻ്റെ ഒരു ഹോൺ വരില്ലേ, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ കളേഴ്സ്. നമ്മൾ സെൻട്രൽ പോർഷൻ വെച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ സെൻട്രൽ പോർഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ ഞാനൊരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഇത് യെല്ലോ കേട്ടോ, പക്ഷേ ഐ ഡോണ്ട് നോ വൈ മൈ യെല്ലോ ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്. മുമ്പ് ഗ്രീനിൻ്റെ കൂടെ വല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. യു ക്യാൻ ഗോ ഫോർ പ്യുവർ യെല്ലോ. ഇനി ഞാൻ ഇതിന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. കളർ ഫില്ല് ചെയ്തു, ഇനി ഔട്ട്ലൈൻ ഇടുക.
ഇനി നമുക്ക് എൻ്റെ ഹോൺസും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇവിടെ 2 ഡോട്ട് ഞാൻ ഫില്ല് ചെയ്തു. ഇത്രയും ഭാഗം ചെയ്യട്ടെ. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലോവർ പാർട്ട്. ലോവർ പാർട്ടിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഈ ഒരു ഭാഗം ഒന്ന് ഡാർക്കൻ ചെയ്തു. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം ഡാർക്കൻ ചെയ്തു. ഇനി ഇതിൻ്റെ ഈ ചെറിയ ഭാഗത്തുനിന്ന് ഇതുവരെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തു. അത് അവിടെ ഒരു കളർ വരും, അതുകൊണ്ടാണ്. ഇനി ഞാൻ ഇതിനെ ഒന്ന് ഇത്രയും വരെ കൊടുക്കുകയാണ് 2 സൈഡിലേക്കും. ഇപ്പം നമുക്ക് മൊത്തത്തിൽ ലോവർ പാർട്ട് നമ്മൾ എത്രയായി ഡിവൈഡ് ചെയ്തു? ഒരു 3 സെഗ്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1, 2 and 3. 1, 2, 3. ഇനി ഇവിടെ നിന്ന് ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മളൊന്നും ചെയ്യില്ല, അത് ആസ് സച്ചായി വിടുക. ഇനി ഈ സെക്കൻഡ് പാർട്ടിനെയാണ് ഒന്നാക്കി ഡിവൈഡ് ചെയ്തു. ഇനി അതിൻ്റെ തൊട്ട് താഴേക്ക് അടുത്തതായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് വീണ്ടും അടുത്ത കളറിലേക്ക് ഡിവൈഡ് ചെയ്തു. ഇവിടെ തന്നെ വന്നിട്ട് ഇവിടെ മാത്രം വേറൊരു കളർ കൊടുക്കും. അതേപോലെ ഏറ്റവും ലാസ്റ്റ് പകുതി വരെ വന്നിട്ട് ഇങ്ങനെ. അതായത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ സെക്കൻഡ് പാർട്ടിന് 1, 2, 3, 4 കളേഴ്സ്, 5 കളേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. നിങ്ങൾ ഫസ്റ്റ് താഴത്തെ പാർട്ട് 2 ആക്കി മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. 2 എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഈ 2 അത് മാത്രം ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ വരയ്ക്കുക. ആ ഒരു പോർഷനുള്ളിൽ ഞാൻ ഈ ഒരു പിങ്കാണ് കൊടുക്കുന്നത്. ആ ഒരു നല്ല സ്കെച്ചിൽ കിട്ടുന്ന ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ. ആ പിങ്ക് ഷെയ്ഡ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. ആ ഒരു പിങ്ക് ഷെയ്ഡ് ഓവർ. ഇനി അടുത്തത് നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ. ഞാനതിന് ഇവിടെ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ചെറിയ പോർഷൻ നിങ്ങൾ വരയ്ക്കുമ്പോൾ നോക്കുക, ഇതെവിടെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട്. രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ്. ഇപ്പോൾ നമ്മൾ പിങ്കുമായി ബ്ലൂ ആയി. ഇനി അടുത്തത് ഞാൻ ഈ ഗ്രീനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ അടുത്ത ലെയറിലേക്ക് കൊടുക്കുക. അതേപോലെ ഇപ്പുറത്തും കൂടെ നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ഇടുക. കാരണം ചെറിയ ചെറിയ ഏരിയാസാണ്. ആദ്യം ഔട്ട്ലൈൻ ഇട്ടില്ലെങ്കിൽ പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതലും നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ വേറെ കളേഴ്സിൻ്റെ ഇപ്പോൾ യെല്ലോൻ്റെ കൂടെയൊക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ അത് കാണാൻ ഭംഗിയുണ്ടാവില്ല.
ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഗ്രീൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ യെല്ലോ ആണ് കൊടുക്കുന്നത്. യെല്ലോ കൊടുക്കുമ്പോൾ ഇത്രയും പോർഷൻ വരും. ബട്ട് അണ്ടർസ്റ്റാൻഡ്, യെല്ലോൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ നിന്നായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തോളൂ. എനിക്ക് അവിടെ ഇല്ല. ഇവിടെ യെല്ലോ കൊടുത്തു. ഇനി അടുത്തത് ഞാൻ ഇവിടെ നിന്ന് യെല്ലോ കൊടുക്കും. ഇത്രയായി. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറാണ് കൊടുക്കാനുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ, നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ. ഞാൻ എന്താ ഓറഞ്ച് കളർ എടുത്തിട്ട് ഓറഞ്ചാണ് കൊടുക്കുന്നത്. നമ്മൾ സെക്കൻഡ് പാർട്ട് ലെറ്റ്സ് ഡിവൈഡ് ഈ ഒരു പെയിൻറ്റിങ്ങിനെ 1, 2, 3 എന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു താഴത്തെ ഫസ്റ്റ് പാർട്ട് ഇസ് ഡൺ. അത് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിൽ നിന്ന് ഫുള്ളി ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഫുള്ളി ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്ട്. ഇത്രയും പാർട്ട് ഇസ് കംപ്ലീറ്റ്ലി ഡൺ. നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബോഡി ഇസ് ഡൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ സെക്കൻഡ് പാർട്ടിലേക്കാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് മാർക്കർ നമ്മുടെ ജെൽപെന്ന മാത്രം മതി. എന്നിട്ട് നമ്മുടെ ഈ അറ്റമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വലിയ സർക്കിൾസ്, ഈ ഒരു സൈസിൽ വരുന്ന സർക്കിൾസ് അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുക. ഒരേപോലെ ലൈനിലിടണമെന്നില്ല, കുറച്ച് യൂണിഫോമായിട്ട് കുറച്ച് പകുതി കാണുന്ന രീതിയിൽ ഇങ്ങനെ ബബിൾസ് എല്ലാവിടെയും വരുന്ന പോലെ. സോ ലെറ്റ്സ് ഡു ഇറ്റ്.
വെച്ച് നമ്മൾ ഇത്രയും ചെയ്തിട്ട് തരും. അപ്പോൾ ഇതാണ് ഒരു പാർട്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ആ സർക്കിളിൻ്റെ വെളിയിലില്ലേ ഈ ഒരു ഭാഗം, ഇത് ഫുൾ ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ ആ സർക്കിൾസ് മാത്രമേ നമുക്ക് വൈറ്റായിട്ട് കാണാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഇതേപോലെ നമ്മൾ അടുത്ത സെഗ്മെൻറ്റും കൂടെ ചെയ്തെടുക്കുകയാണ്. ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ ചെയ്തെടുക്കാം. ഉണ്ടോ നമ്മളിത് രണ്ട് ഭാഗം. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈയുടെ ലോവർ പാർട്ട് ഇസ് കംപ്ലീറ്റ്. സോ ഫസ്റ്റ് സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് പറയും. ഇതിവിടേക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കും. ദിസ് ഇസ് ഫസ്റ്റ് പാർട്ട്. നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. മുകളിലത്തെ ഭാഗം. ഇത് നെക്സ്റ്റ് നമ്മൾ ഈ മുകളിലത്തെ ഭാഗത്താണ്. മുകളിലത്തെ ഭാഗം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ മണ്ഡല ചെയ്യുന്ന പോലെ സെഗ്മെൻറ്റ് ആക്കി നമ്മൾ ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. പിന്നെ ഈ അറ്റം അത് ഈ ഒരു ഒരെണ്ണമായിട്ടല്ല നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒപ്പം ചെയ്ത് പോകണം. മണ്ഡലയാണല്ലോ, ഗ്രിഡുകളല്ലേ.
ആദ്യം തന്നെ ബോർഡർ കൊടുക്കുകയാണ്. ഇത്രയും ചെയ്തു. ഇനി നമുക്ക് കോമ്പസ് എടുക്കാം. കോമ്പസ് എടുത്ത് ഞാൻ തൽക്കാലം ഇവിടെ ഓൾമോസ്റ്റ് ഒരു സെൻറ്റർ വയ്ക്കുന്നുണ്ട്. സെൻറ്റർ വെച്ചിട്ട് ഒരു റൗണ്ട് ഇടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് സർക്കിൾസ് മാർക്ക് ചെയ്ത് വെക്കണം. അതുപോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്നർ സർക്കിളാണ് വരിക. അതിന് വരച്ച് ഇങ്ങനെ ഇത്രേ വരുള്ളൂ. അപ്പോൾ അതിന് നമ്മളത് ലൈൻസാണ് കൊടുക്കുന്നത്. സ്ലാൻഡിങ് ആയിട്ടുള്ള ലൈൻസ്, ഒരുപാട് ഗ്യാപ്പില്ലാതെ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനി ഈ ഇപ്പുറത്തേക്കുള്ള ലൈൻസ് വരുന്നുണ്ടാവുക ഇങ്ങോട്ടാണ്. ഇതാണ് ഫസ്റ്റ് ലെയർ വരുന്നത്. സെക്കൻഡ് ലെയർ അതിൽ നമ്മളെപ്പോഴും കൊടുക്കുന്ന ഫ്ലോറൽ ആർച്ചസ് ആണ് വരുന്നത്. ഇനി നമുക്ക് തേർഡ് വരയ്ക്കാം. തേർഡ് ലെയറൊക്കെ ചെറിയ ചെറിയ ലെയേഴ്സാണ് വരുന്നത്. എല്ലാം ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലുള്ള ലെയേഴ്സ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിഗർ അല്ലേ. അപ്പോൾ നമുക്ക് മാക്സിമം നല്ല നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ലുക്ക് വെരി പ്രിറ്റി. ഫസ്റ്റ് 3 ലെയർ നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ലെയറാണ്. അപ്പോൾ അടുത്ത ലെയർ ഞാൻ ഇവിടെ ആദ്യം ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആദ്യം ഒരു ലെയർ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുന്ന നമ്മളിതൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും. ഡബിളായിട്ട് ലെയേഴ്സ് ഇടുകയാണ്.
ഇത്രയും വരച്ചില്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. ഉള്ളിലത്തെ ലെയേഴ്സിൽ മാത്രം. ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ഇതേ സ്ട്രക്ചർ നമ്മൾ ഇപ്പുറത്തും കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ലെയറും കൂടെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ലെയറാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് കൺജസ്റ്റഡ് ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ വേണം കൊടുക്കാൻ. അടുത്ത ലെയർ കൊടുത്തു. ഇതിൽ ഞാൻ ചെയ്യാൻ പോണത് ഒരു ലെയറും കൂടെ ഇൻസൈഡ് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് തിന്നായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് മുകളിലോട്ട് കൊടുക്കും. അതേപോലെ ഇവിടെ നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇതാണ് നെക്സ്റ്റ് ലെയർ. ഇനി വരുന്നത് ഈ ഒരു ലെയറാണ്. ഇനി ഈ ഒരു 2 ലെയറേ വരുന്നുള്ളൂ. അതിൽ ഞാൻ ഓരോ സൈഡ് ബൈ സൈഡായിട്ട് ഇതിൽ ഞാൻ ഫുള്ള് ബ്ലാക്ക് ഫില്ല് ചെയ്യണേ.
ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് തിന്നായിട്ടുള്ള ആർച്ചസാണ്, ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ വരണം കേട്ടോ അത്. ഇനി ഇതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ ചെറിയൊരു സ്പൈറൽ കൊടുക്കും. ഞാൻ ഇങ്ങനെ ചെറുത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്പൈറൽസ്. മുകളിലേക്ക് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കും, ചെറിയൊരു ലൈൻ. അടുത്തത് ഇപ്പുറത്തെ സൈഡിൽ വെച്ച് മുകളിൽ ആ ഒരു ലൈന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അതിന്ന് കണക്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ ലൈന് വരുന്ന രീതി. അപ്പോൾ ഫിനിഷായി. ഇത് ലാസ്റ്റ് സെഗ്മെൻറ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്. നമുക്കിത് സെറ്റായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ലാസ്റ്റ് ഈ നടുവിലുള്ള ലൈൻസൊക്കെ ഒന്ന് ഞാൻ മായ്ച്ചു കൊടുത്തു. ഇനി ഞാൻ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്, ഇനി നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ടില്ലേ, ഒന്ന് എല്ലാവിടെയും ഒന്ന് കറക്റ്റായിട്ട് ഇത്രയായിട്ടാണ്. ഇതിനൊരു ഫൈനൽ ടച്ച് കൊടുക്കാൻ പോവുകയാണ്. ആൻഡ് ഐ ഹവ് ടേക്കൺ മൈ വെരി ലൈറ്റ് പിങ്ക് പെൻസിൽ. നിങ്ങളുടെ കയ്യിൽ ബ്രഷ് പെൻ ഉണ്ടെങ്കിൽ, ലൈറ്റ് കളർ ബ്രഷ് പെൻ ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് അതിലെ പിങ്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു ടു ഗോ ഫോർ ഈ കളർ പെൻസിൽ തന്നെ. എന്നിട്ട് ഞാൻ ഇവിടെ വളരെ ലൈറ്റായിട്ട് ഒന്ന് ഷെയ്ഡിങ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഷെയ്ഡിങ്ങിൻ്റെ ഇതൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട്, പെൻസിൽ ഡ്രോയിങ് ഇതിൻ്റെ ഒപ്പം പഠിക്കുന്നതുകൊണ്ട് ഷെയ്ഡിങ്ങിൻ്റെ ടെക്നിക്സൊക്കെ കുറച്ചൊക്കെ അറിയും. വളരെ ലൈറ്റ് ഷെയ്ഡിങ് കൊടുത്താൽ മതിയാവും. പോകണ്ട, ഞാൻ ഒന്നാമത് ചെറിയ പെൻസിലാണ്, അതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിലാണ് പിടിച്ചിരിക്കുന്നത്. ഈ ഒരു പാർട്ട് കഴിഞ്ഞു. ഈ ഒരു പാർട്ടാണ്.
നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റാണ് വരുന്നത്. ഇവിടെ കൊടുക്കുമ്പോൾ ഇതിലേക്ക് കയറി പോവാതെ നോക്കണം, കാരണം നമ്മളവിടെ ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വൈറ്റിൽ ഇത് വരാൻ പാടില്ല. ഇത് മണ്ഡല തന്നെയാണ്, ഒരു ബട്ടർഫ്ലൈ തീമിൽ വരുന്ന മണ്ഡലയാണ്. കാരണം മണ്ഡല എപ്പോഴും സർക്കിളും സ്ക്വയറും തന്നെ അവിടെ നിന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരാളുടെ ഫിഗറോ അല്ലെങ്കിൽ ഒരു ഹില്ല് വരച്ചിട്ടോ ഒക്കെ ഇതുപോലെ മണ്ഡല പ്രിൻസ് നമുക്കതിലേക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഫൈനൽ ഈ ഒരു സൈഡിൽ മാത്രം. ഇതോടുകൂടി നമ്മുടെ ഈ പിക്ചർ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്. വളരെ ലൈറ്റ് ഷെയ്ഡിങ് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് പിക്ചർ. സോ ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. എല്ലാവരും ട്രൈ ചെയ്യുക. ആൻഡ് ദെൻ ലെറ്റ് മീ ചെയ്യും എങ്ങനെയുണ്ട് എന്നുള്ളത്.